ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങിയതാണ് ജപ്പാനിൽ. ഈ കാണുന്നത് റോബസ്റ്റ പഴമാണ്. ഒരു പാക്കറ്റിൽ ഏകദേശം 5 പഴമാണുള്ളത്. അതിൻ്റെ വില എന്ന് പറയുന്നത് ടാക്സ് അടക്കം 213 yen ആണ്. അതായത് നാട്ടിൽ ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് വരും. ഇവിടെ റോബസ്റ്റ പഴം മാത്രമേ കിട്ടാറുള്ളൂ, നേന്ത്രപ്പഴം കിട്ടാറില്ല. വാട്ടർമെലോൺ അഥവാ തണ്ണിമത്തനാണ് ഈ കാണുന്നത്. പല വലുപ്പത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഈ ഒരു തണ്ണിമത്തൻ്റെ വില 3218 yen ആണ്. അതായത് ഇന്ത്യൻ രൂപയിൽ 1900 രൂപയോളം വരും. നഗാനോ പർപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു മുന്തിരി വിഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. നഗാനോ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇതിൻ്റെയും ഒരു പാക്കിന് വില എന്ന് പറയുന്നത് 3218 yen അഥവാ 1900 ഇന്ത്യൻ റുപ്പീസാണ്. ജപ്പാനിലെ തന്നെ ഫുക്കുഷിമ എന്ന സ്ഥലത്തു നിന്നും വരുന്ന മാങ്ങയാണിത്. ഇത് സീസൺ തുടങ്ങിയ സമയത്ത് ഒന്നിൻ്റെ വില 4000 yen ആയിരുന്നു. എന്നാൽ ഇപ്പോഴത് കുറഞ്ഞ് 2138 yen ആയി മാറിയിട്ടുണ്ട്. ഏകദേശം 1200 ഇന്ത്യൻ രൂപ. കാഴ്ചയിൽ നമ്മുടെ ബട്ടർ ഫ്രൂട്ടിനോട് സാമ്യമുള്ള ജാപ്പാനീസ് ലെനോൺ മെലോൺ എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണിത്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ വില 1166 yen ആണ്. അതായത് ഏകദേശം 600 രൂപയോളം വരും. ജാപ്പനീസ് ഭാഷയിൽ മോമോ എന്നറിയപ്പെടുന്ന ജാപ്പനീസ് പീച്ച് ഫ്രൂട്ടാണിത്. നമ്മുടെ കേരളത്തിൽ അധികം കണ്ടുവരാറില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഇത് ലഭ്യമാണ്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിന് ഏകദേശം 626 yen ആണ് വില വരുന്നത്. കാഴ്ചയിൽ നമ്മുടെ നാട്ടിലെ ചക്കയോട് സാമ്യമുള്ള ദുരിയാൻ ഫ്രൂട്ടാണിത്. ഇതിനകവശവും മഞ്ഞ നിറത്തിലുള്ള കാമ്പാണ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഈ ഒന്നിന് 10,000 yen ആണ്. അതായത് ഇന്ത്യയിൽ 6000 രൂപ. ഇതുപോലുള്ള പുതിയ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.